വിക്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദയോട് രാധ പറയുകയാണ്, വിക്രത്തിൻ്റെ സ്വഭാവം കൊള്ളില്ല, അത്രയ്ക്ക് മോശമായ ഒരു മനുഷ്യനാണ്. അവൻ്റെ കൂടെ ജീവിച്ച് നിൻ്റെ ജീവിതം പാഴാക്കാതെ നീ നിൻ്റെ വീട്ടിൽ പോ, ഞാൻ എൻ്റെ ഓട്ടോയിൽ നിന്നെ കൊണ്ട് വീട്ടിലാക്കാം, നീ വാ എന്ന് രാധ വേദയെ വിളിക്കുന്നു. അപ്പോൾ വേദ ചോദിക്കും, ഇത്രയ്ക്ക് മോശപ്പെട്ട ഒരാളാണോ, അത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. എന്നിട്ട് രാധയോട് വേദ ചോദിക്കുന്നു, ഇത്രയും മോശമായ ആളെ നീ എങ്ങനെ കുഞ്ഞുനാൾ മുതലേ സ്നേഹിച്ചു? അന്ന് നീ ഇതല്ലല്ലോ പറഞ്ഞ് വിക്രം നല്ലൊരു മനുഷ്യനാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. നീ ഇതൊന്നും എൻ്റെ പറയണ്ട, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് സ്ഥലം കാലിയാക്ക്. വിക്രം എന്നെ താലി കെട്ടിയ പുരുഷനാണെന്ന് വേദ പറയുന്നു. എന്നിട്ട് വേദയെ ആണെങ്കിൽ രാധ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യണത്. ഇത് കഴിഞ്ഞ് വിക്രത്തിൻ്റെ ഫോണ് കാണാതാവും. വിക്രത്തിൻ്റെ ഫോണ് കാണാതാവുമ്പോൾ കൂട്ടുകാർ പറയും, വിക്രം ഫോൺ എവിടെയെന്ന് തിരക്ക്, ഇതിലേക്ക് ഇപ്പോൾ സാറ് വിളിക്കുമ്പോൾ എന്ത് മറുപടി പറയും? അപ്പോൾ വിക്രം പറയുന്നു, ഞാൻ വീട്ടിൽ വെച്ച് മറന്നതായിരിക്കും, എങ്കിൽ അത് വേദ തന്നെ എടുക്കുകയാണെങ്കിൽ നീ വിവാഹം മുടക്കി പോയ ആളുടെ കാര്യമെല്ലാം പറയും, അപ്പോൾ അത് വേദ അറിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ച് നോക്കുക, ആരാണ് എടുക്കുന്നതെന്ന് നോക്കാമെന്ന് പറയും. അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ ബെല്ലടിക്കുന്നു. വേദ നോക്കുമ്പോൾ ആരും എടുക്കുന്നില്ല. അപ്പോൾ വേദ പോയി ഫോൺ എടുക്കുമ്പോൾ വിക്രം ചോദിക്കുന്നു, നിൻ്റെ അടുത്ത് ആരാടി എൻ്റെ ഫോൺ എടുക്കാൻ പറയാം, എൻ്റെ ഫോൺ ഇനി തൊട്ടാൽ നിൻ്റെ കൈ ഞാൻ വെട്ടും എന്നൊക്കെ പറയുന്നു. അപ്പോൾ വേദ പറയുന്നു, ഫോൺ ബെല്ലടിച്ചപ്പോൾ ആരും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു എന്ന് പറയും. എന്നിട്ട് വേദ അങ്ങോട്ട് തിരിച്ച് ഗാന്ധിജി പറഞ്ഞ മഹത്തായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ വിക്രം ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യണത്. ഇത് കഴിഞ്ഞ് കനക അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദ അടുത്തേക്ക് പോകും. അപ്പോൾ രണ്ടുപേരും നോക്കി ചിരിക്കും. കനക മാവെടുക്കാൻ വേണ്ടി സ്റ്റൂള് നീക്കി അതിലേക്ക് കയറുമ്പോൾ ചരിഞ്ഞ് വിടാൻ പോകുമ്പോൾ വേദ പിടിച്ചിട്ട് അമ്മയെ ഞാൻ എടുത്ത് തരാമെന്ന് പറയും. ഇത് കണ്ടുകൊണ്ട് വരുന്ന നന്ദിനിയാണെങ്കിൽ പറയും, അമ്മേ ഇവളെ അടുക്കളയിലൊന്നും കയറ്റരുത്, അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, ഇവൾക്കൊരു ആഹാരം മാത്രം കൊടുത്താൽ മതി, ഇവളെ ഒരിടത്തും അടുപ്പിക്കില്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എങ്കിൽ അച്ഛനെടുത്ത് പോയി പറയും എന്ന് പറയും. അപ്പോൾ കനക പറയും, വേണ്ട, ഞാൻ അവളെ അടുപ്പിക്കൂല എന്ന് പറയും. എന്നിട്ട് നന്ദിനിയുടെ അടുത്ത് പറയും, മാവെടുത്ത് കേൾക്കും. അപ്പോൾ നന്ദിനി മാവെടുക്കാൻ പോകുമ്പോൾ മാവ് തട്ടി നന്ദിനിയുടെ തലയിൽ കൂടിയാണ് വീഴുന്നത്. ഇത് കാണുമ്പോൾ വേദയും കനകയും എല്ലാവരും കൂടി ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ശ്രീജ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടി പാടത്തേക്ക് പോകും. പാടത്തേക്ക് പോയി ഭർത്താവിനെ സഹായിക്കുമ്പോൾ പറയുന്നു, നമ്മളിങ്ങനെ ജീവിച്ചാൽ പോരാ, നിങ്ങൾ എന്തെങ്കിലും വിഷയമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യണം, ജോലിക്ക് പോകണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ബഹുമാനം ഉണ്ടാവും. അപ്പോൾ വിഷയം പറയുന്നു, അച്ഛന് ബഹുമാനമല്ല തോന്നാനുള്ളത്, സ്നേഹമാണ് നമ്മുടെ അടുത്ത് തോന്നാറ്, നമുക്കാണ് തിരിച്ച് അച്ഛനോട് ബഹുമാനം തോന്നാനുള്ളത്. അപ്പോൾ എന്നിട്ട് രണ്ടുപേരും പണി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ നന്ദിനിയും വിനയനും കൂടി ഇറങ്ങി വരുന്നു. ഇത് കഴിഞ്ഞ് അച്ഛനും എല്ലാവരും കൂടി നിൽക്കുമ്പോൾ വേദയുടെ അച്ഛൻ വരുന്നു. അപ്പോൾ മാഷി ചോദിക്കുന്നു, ആരാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേദയുടെ അച്ഛനാണെന്ന് പറയുന്നു. വരൂ എന്ന് മാഷി വിളിച്ചപ്പോൾ പറയുന്നു, നിങ്ങളുടെ മകൻ എൻ്റെ മോളെ ഇവിടെ താലി കെട്ടി കൊണ്ടുവന്ന് നിങ്ങളെവിടെ എൻ്റെ മോളെ പിടിച്ചു വെച്ചിരിക്കുകയാണില്ലേ എന്നൊക്കെ മോശമായി സംസാരിക്കുമ്പോൾ അപ്പോൾ മാഷ് പറയുന്നു, ഞാൻ നിങ്ങളെപ്പോലെ വലിയ ആൾക്കാരെ പഠിപ്പിച്ചു വിട്ട സാറാണ്, എൻ്റെ ഇങ്ങനെ മോശമായി സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നു. ഇത് കഴിഞ്ഞിരുമ്പോൾ വേദയെ വിളിക്കാൻ പറയുന്നു. വേദയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ, മോളെ നിന്നെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറയും. അപ്പോൾ മോളെ കാണുമ്പോൾ അച്ഛന് സങ്കടമാണ് തോന്നുന്നത്, 2 ദിവസം കൊണ്ട് ആകെ കോലം കെട്ടല്ലോ എന്നുള്ള സങ്കടവും വിഷമവും ഒക്കെ അച്ഛന് തോന്നി മോളുടെ തലയിൽ തടയുകയും ചെയ്യുന്നു. എന്നിട്ട് പറയും, നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നല്ലേ, നിനക്ക് വീട്ടിൽ വന്നുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജയതയുടെ ചേട്ടൻ പറയും, അവരത് കാശിന് വേണ്ടിയാണ് അച്ഛൻ പിടിച്ചു വെച്ചിരിക്കുന്നത്, അച്ഛനത് മനസ്സിലാവുന്നില്ലേ, എത്ര കാശെന്ന് ചോദിച്ച് അതങ്ങ് കൊടുക്കൂ, അത്രയ്ക്ക് മോശമായ ആൾക്കാരാണ് ഇവർ, മോശമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ കമലൻ പറയുന്നു, നിങ്ങളിവിടെ ആരെങ്കിലും വിളിച്ചോ, ഞങ്ങളെ പാട് നോക്കിയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കമലവും ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന വിക്രം ഇറങ്ങി വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ മകളെ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല, നിങ്ങളുടെ മകളാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് വിക്രവും ചൂടാകുന്നു. ഇത് കഴിഞ്ഞിരുമ്പോൾ വേദ തന്നെ പറയുന്നു, അച്ഛാ ഞാൻ വരുന്നില്ല, എൻ്റെ കല്യാണം കഴിച്ച ഭർത്താവ് വിക്രമാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നു. ഇവരുടെ തർക്കം കേട്ട മാഷ് പറയുന്നു, നിങ്ങളുടെ കുട്ടിയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ മതി, അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ശാപം പിടിച്ച് വാങ്ങിച്ച് ഇളുത്ത് കൊണ്ടുപോവേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവർ നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ വിക്രം വേദയെ പറയുന്നു, നീ എൻ്റെ കൂടിയ ഒരു വേതാളം തന്നെയാണ്, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ കമലം, മോനെ വിക്രം അങ്ങനെയൊന്നും പറയല്ലെന്ന് ഇങ്ങനെ പറയുന്നു. ഇത് കഴിഞ്ഞ് മാഷ് പറയുകയാണ്, ഇനി വേദയ്ക്ക് ഇവിടെ നിന്ന് വെള്ളമോ ആഹാരമോ ഒന്നും കൊടുക്കരുത് എന്ന് മാഷ് കമലത്തിൻ്റെ അടുത്ത് തറപ്പിച്ച് പറയുന്നു. ഇനി രാത്രിയാകുമ്പോൾ കമലം വേദയെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു.
അപ്പോൾ വേദ പറയുന്നു എനിക്ക് വേണ്ട അമ്മയെന്ന്. അപ്പോൾ അമ്മ കഴിക്കുന്നില്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ, നന്ദിനി ശ്രീജയും ചോദിക്കുമ്പോൾ അമ്മ പറയണേ നമ്മുടെ വീട്ടിൽ വന്ന അതിഥി പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയും പട്ടിണിയാണ് കിടക്കുന്നത്. പിറ്റേ ദിവസം വേദ അമ്മയെ പട്ടിണിക്കിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി വേദ മാർക്കറ്റിൽ പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കൊണ്ടുവന്ന് പാചകം ചെയ്യാൻ നോക്കുന്നു. പക്ഷേ വേദയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. വേദ അവിടെ പറയുകയും ചെയ്ത് അമ്മയെ പട്ടിണിക്കിടാൻ പാടില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന്. വേദ സവാള എടുത്ത് ഇങ്ങനെ എറിയുമ്പോൾ കൊള്ളുന്നത് നന്ദിനിയുടെ തലയ്ക്കാണ്. വേദയ്ക്കാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാനും അറിഞ്ഞുകൂടാ. വേദ ഇനി മുത്തശ്ശിയുടെ അടുത്ത് ചോദിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കമലയ്ക്ക് കൊടുക്കുമായിരിക്കും. അങ്ങനെ ഇത്രയും ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.